കാലങ്ങളായി മലബാർ ഹൈറേഞ്ച് മേഖലകളിലെ നിവാസികൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണല്ലോ വന്യമൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണം. ഇതുമൂലം വളരെ കൂടുതലായി കൃഷിനാശവും അതിലുപരിയായി ആൾനാശവും സംഭവിക്കുന്നുണ്ടല്ലോ. നിവൃത്തികേട് മൂലം അവിടെയുള്ള ആളുകൾ ഇവയെ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി അംഗീകരിക്കുവാൻ നിർബന്ധിതരായി തീർന്നിരിക്കുന്നു. മണ്ണിനോട് മല്ലടിച്ച് ജീവിക്കുന്ന ഈ വിഭാഗത്തിന് ഇത് ആരോട് പറയണം? ഇനിയും അഥവാ പറഞ്ഞു കഴിഞ്ഞാലും താൽക്കാലികമായി എന്തെങ്കിലും ഒരു പ്രതിവിധി അധികാരികളുടെ ഭാഗത്തു നിന്ന് ലഭിക്കാറുമുണ്ട്. ഇതുകൊണ്ടൊന്നും ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താനോ ആരും ശ്രമിക്കുന്നുമില്ല. ശബ്ദിക്കാൻ കഴിയാത്ത ഈ നിരാശ്രയരോട് അധികാരികൾ നിയമത്തിന്റെ പേരും പറഞ്ഞ് അവരുടെ വായ മൂടിക്കെട്ടിയിരിക്കുകയാണ്. എന്നാൽ ഈ കാലത്ത് മേൽപ്പറഞ്ഞ മേഖലകളിൽ മാത്രമല്ല, ചെറിയ ഗ്രാമപ്രദേശങ്ങളിൽ പോലും വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് കൃഷിനാശവും മനുഷ്യജീവന് അപായവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേപ്പറ്റി ബൈബിളിന്റെ വെളിച്ചത്തിൽ ഒരു ചെറിയ പഠനം നടത്തുവാൻ ശ്രമിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ട ദൈവം 5-ാമത്തെ ദിവസമാണ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചതായി പറയുന്നത്. കന്നുകാലികൾ, ഇഴജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ എന്നിവയെ ഉണ്ടാകട്ടെ എന്ന വചനത്താൽ ദൈവം സൃഷ്ടിച്ചതായും അതിനുശേഷം അത് നല്ലതെന്ന് കണ്ടതായും ഉൽപ്പത്തി 1-ാം അധ്യായം 24-25 വചനങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതിനുശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന് കാരണം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവന് വേണ്ടതെല്ലാം ഒരുക്കിയ ശേഷം മതിയെന്ന് ജ്ഞാനത്തിന്റെ ഉറവിടമായ ദൈവത്തിന് അറിയാമായിരുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് മൃഗങ്ങളെ പോലെയുള്ള സൃഷ്ടികൾ മനുഷ്യന് വേണ്ടിയായിരുന്നു, അഥവാ അവന് സപ്പോർട്ടീവായിട്ടാണ് അവയെ സൃഷ്ടിച്ചതെന്ന് വ്യക്തമാണ്. തുടർന്ന് ഉൽപ്പത്തി 2:19 ഇപ്രകാരം പറയുന്നു: ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്ന് അറിയുവാൻ അവിടുന്ന് അവയെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. ഇത് മൃഗങ്ങൾക്ക് മേലുള്ള മനുഷ്യന്റെ അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ പാപപ്രവൃത്തികൾ മൂലം ഇന്ന് ഒരു പരിധി വരെ അവയ്ക്ക് മേലുള്ള ഈ അധികാരം മനുഷ്യൻ നഷ്ടപ്പെടുത്തി എന്ന് പറയാം. ഒപ്പം തന്നെ ഈ പാപപ്രവൃത്തികൾ മൂലം എല്ലാത്തിൻ്റെയും സന്തുലിതാവസ്ഥ, പ്രകൃതിയുടെ ഉൾപ്പെടെ ബാലൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ കാലത്ത് മനുഷ്യജീവനേക്കാൾ വിലയുള്ളത് മൃഗത്തിനാണെന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിന് പ്രധാന കാരണം ഈ കാര്യത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന നിയമങ്ങളിലെ വൈകല്യങ്ങൾ മൂലമാണെന്നുള്ള സത്യം എല്ലാവർക്കും അറിയാമല്ലോ. എന്തായാലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മനുഷ്യന് മൃഗത്തെക്കാൾ വിലയുണ്ടെന്നതാകയാൽ മനുഷ്യന്റെയും അവന്റെ വസ്തുവകകളുടെയും സുരക്ഷയെ പ്രതി അധികാരികൾ മാറി ചിന്തിക്കുകയും അതിന് ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ടതുമാകുന്നു. തുടർന്ന് ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിലെ 21-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള വചനങ്ങളിൽ മേൽ പറഞ്ഞ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വത പരിഹാരത്തെപ്പറ്റി വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ഒരു മനുഷ്യനെ ഒരു മൃഗം ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണെങ്കിൽ ആ മൃഗത്തെ കൊന്നുകളയാനാണ് നിർദ്ദേശിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു മൃഗം പതിവായി മനുഷ്യനെ ആക്രമിക്കുകയും അതിൻ്റെ ഉടമയെ ഈ വിവരം ധരിപ്പിക്കുകയും അതിനുശേഷം ഉടമ അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ ആ മൃഗത്തെ കല്ലെറിഞ്ഞു കൊല്ലുന്നതോടൊപ്പം അതിൻ്റെ ഉടമയും വധിക്കപ്പെടണം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇതിൽ നിന്നും മനുഷ്യജീവന്റെ മൂല്യത്തെ പറ്റി ഉയർത്തിക്കാട്ടുകയാണല്ലോ ചെയ്യുന്നത്. ആയതിനാൽ മനുഷ്യജീവന്റെ സുരക്ഷയെ പ്രതി നിയമങ്ങൾ നവീകരിക്കുകയാണ് അധികാരികൾ ചെയ്യേണ്ടത്. ഇതിന്റെ സബലീകരണത്തിനായി ധാരാളം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ പ്രാർത്ഥനയും ഉയരേണ്ടിയിരിക്കുന്നു. അധികാരികൾക്ക് ബോധ്യം കിട്ടാൻ വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായും ഇതിനൊരു ശാശ്വത പരിഹാരമുണ്ടെന്ന് നമുക്ക് പ്രത്യാശിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ.